ഹലോ എവരിബഡി, ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീം. ഏപ്രിൽ മെയ് ജൂൺ എല്ലാം മാംഗോസിൻ്റെ സീസണാണ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാംഗോസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ml വിപ്ഡ് ക്രീം, 400 gram മാംഗോസ് അതിൻ്റെ പൾപ്പ് എടുത്ത് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നു. ഇത് 100 gram പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നു. ഇത് 100 ml മിൽക്ക്, ഇത് കണ്ടൻസ്ഡ് മിൽക്ക്. ആദ്യമായിട്ട് നമുക്ക് ഈ ക്രീം ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 5 to 7 minutes കൊണ്ട് നമുക്ക് ഇത് ശരിയാക്കിയെടുക്കാം. പക്ഷേ സ്പൂണോ ഫോർക്കോ വെച്ചാണ് നമ്മളിത് ബീറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു 15 to 20 minutes എടുക്കും. ഞാൻ ഇന്ന് എൻ്റെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്ന് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 15 to 20 minutes നമ്മളിത് ബീറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് കാണാം, ഇത് ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി. ഇത് 15 minutes എടുത്തു ഇത്രയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചതിടാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാലൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. ഒരു 100 gram കണ്ടൻസ് മിൽക്ക് ഇടാം. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീമിൻ്റെ സെയിം എമൗണ്ട് ഷുഗർ പൊടിച്ചത് കൊടുക്കണം. പാൽ ഞാൻ ഒഴിച്ചത് തണുത്ത പാലാണ്. ക്രീമിൻ്റെ ഇരട്ടി ഡബിൾ ഞാൻ മാംഗോ പൾപ്പ് എടുത്തു. ഇത് മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിരുന്നതാണ്. ഇനി ഇത് നമ്മൾ പതുക്കെ പിന്നെ മിക്സ് ചെയ്യുന്നു. നൈസ് ആൻഡ് ക്രീമി. ഈ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ടോട്ടൽ 40 minutes എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു മാങ്ങ ഞാനിങ്ങനെ എടുത്തു. അത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് സ്ലിറ്റ് ചെയ്യുന്നു. അടുപ്പിച്ചടുപ്പിച്ച് ഒരു ഏകദേശം 1 centimeter ദൂരത്തിൽ. ഇവിടുന്നും അതുപോലെ തന്നെ ചെയ്യുന്നു. ഒരു സ്പൂൺ കൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നു. ഒത്തിരി താഴോട്ട് പോകരുത്. താഴോട്ട് പോയാൽ വലിയ വലിയ പീസുകൾ വരും. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു. മാംഗോ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഈ ഐസ്ക്രീം പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് വെളിയിൽ നിന്ന് ഐസ്ക്രീം മേടിച്ച പാത്രമാണ്. ഇത് ഞാൻ അടച്ചു. ഇനി ഇത് ഞാൻ ഫ്രീസ് ചെയ്താനായിട്ട് വെക്കുന്നു. ഒരു 10 to 12 hours എടുക്കും ഇത് ഫ്രീസ് ചെയ്യാൻ. മാംഗോ സീസൺ കഴിഞ്ഞാലും നിങ്ങൾക്ക് മാംഗോയുടെ പഴം വാങ്ങി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ മാംഗോയുടെ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടും ഇതെടുത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത്, നിങ്ങൾ താമസിക്കുന്നത് എപ്പോഴും കറണ്ട് പോകുന്ന ഒരു സ്ഥലത്തായിരിക്കരുത്. അതുപോലെ തന്നെ പവർ കട്ട് ഉണ്ടാകരുത്.
പിന്നെ നിങ്ങൾക്ക് ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഈ മെത്തേഡ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. ഇത് കേടാകത്തില്ല. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഐസ്ക്രീം കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.